ബോട്ട് റോക്കേഴ്സ് 460 ബോട്ടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഓവർ ഹെഡ് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ആണ്. 1499 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് ഞാൻ അത് വാങ്ങിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 1799 രൂപയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ 1799 രൂപയ്ക്ക് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ. വീഡിയോയിലേക്ക് കിടക്കുന്നതുകൊണ്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് റോക്കേഴ്സ് 460 ബോട്ടിന് ലോഗോ, കൂടാതെ 40mm ഡ്രൈവേഴ്സ്, ബോട്ട് സിഗ്നേച്ചർ സൗണ്ട്, ബീസ് മോഡ്, ENX ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. പിറകിൽ നോക്കുവാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ അവരുടെ ഹൈലൈറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറയുന്നുണ്ട്, ഇപ്പം അങ്ങോട്ട് പറയുന്നില്ല. മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് മാർച്ച് 2022. മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ എഴുതിയിരിക്കുന്നത് 2490 രൂപയാണ്. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ 1499 രൂപയായിരുന്നു. ഇപ്പോൾ ഇത് 1799 മാറിയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി വിചാരിച്ചത് 1999 പോകുന്നതാണ്. പക്ഷേ കുറച്ചുകൂടെ വില കുറഞ്ഞിട്ടുണ്ട്. ഒരു 200 രൂപ വരെ കുറച്ചിട്ടാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. കാരണം 450 പ്രോക്ക് ഇപ്പോഴും 1999 രൂപയാണ്. എന്നാൽ സ്പെക്കൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഈ ഒരു 460 എന്ന് പറയുന്നത്. എന്നിട്ടും ഈ ഒരു 1799 എന്ന് പറയുന്നത് കുറച്ച് ലാഭകരം തന്നെയാണ്. പക്ഷേ ഡിസൈൻ വൈസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ 450 Pro ആണ്. മെയ്ഡ് ഇൻ ചൈനയാണ്. വാറണ്ടി ഒരു വർഷം നമുക്ക് ഇതിനകത്തുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് വൈറ്റ് കളറാണ്. ഇതല്ലാണ്ട് ബ്ലാക്ക്, ബ്ലൂ എന്നിങ്ങനെ മറ്റ് കളേഴ്സിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇനി ബോക്സ് അങ്ങ് പൊട്ടിക്കുമ്പോഴത്തേക്ക് ഇതേ സെയിം നമ്മുടെ ആ ഒരു 460 ഒക്കെ 450 ഒക്കെ ഇരിക്കില്ലേ, അതുപോലെയൊക്കെ തന്നെയാണ്. വേറെ ഒരു വ്യത്യാസവും ഇല്ല. കണ്ട, വളരെ രസമുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ ഒരു ഇരിക്കുന്ന ലുക്ക് തന്നെ. അതിന് മുന്നേ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് നോക്കുവാണെങ്കിൽ ഒരു ടൈപ്പ് സി മിനി കേബിളും, അതുപോലെ തന്നെ ഒരു ബോട്ട് ഹെഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റിക്കർ ഉണ്ട്, കൂടാതെ വാറണ്ടി കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ വേറൊരു പേപ്പർ നോട്ടുണ്ട്, കൂടാതെ നമ്മുടെ യൂസർ ഗൈഡും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട് റോക്കേഴ്സ് 460 എന്ന് പറയുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 450 ഒരു റൗണ്ട് ആണെങ്കിൽ 460ലേക്ക് വന്നപ്പോഴത്തേക്ക് ആ ഒരു വേറൊരു രീതിയിലുള്ള റൗണ്ടും അല്ലെങ്കിൽ ആ ഒരു ഓവൽ പോലത്തെ ഒരു ഡിസൈനോട് കൂടിയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പിറകിലുള്ള ഈ ഒരു ഭാഗം ആക്ച്വലി ക്ലോത്ത് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും അതിൻ്റെ മുകളിൽ ആ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ക്ലോത്ത് മെറ്റീരിയലാണ്. അതിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഗ്രേഡിയൻ ടെക്സ്ചറും ഒക്കെ തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട്. രണ്ടും സൈഡും അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കൂടാതെ 450 അതേപോലത്തെ കുഷൻസ് തന്നെയാണ് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ലെതർ ടൈപ്പ് സിന്തറ്റിക് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കുഷനാണ് ഏറ്റവും മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ തലയുടെ ഭാഗത്ത് നല്ല പഞ്ഞിയൊക്കെ ഉണ്ട്, നല്ല സോഫ്റ്റ് ആണ് അവിടെയും. കൂടാതെ നമുക്ക് കണ്ട ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ രണ്ട് ഭാഗവും. അവിടെ കൊടുത്തിരിക്കുന്നത് ഒരു മെറ്റൽ ബോഡിയാണ്, കൂടാതെ അകത്തായിട്ട് ഒരു പ്ലാസ്റ്റിക് ബോഡിയും കൊടുത്തിട്ടുണ്ട്. ഈ മെറ്റൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. അതിന്റെ മുകളിലായിട്ട് ബോർഡിന്റെ ലോഗോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 40mm ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുക. അതുപോലെ തന്നെ ഇയർ സൈഡിൽ വെക്കുന്ന ആ ഒരു കുഷനും ഒക്കെ തന്നെ നല്ല പെർഫെക്റ്റ്, ആ ഒരു നല്ല സോഫ്റ്റ് ആണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. റൈറ്റും ലെഫ്റ്റും ഒക്കെ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. റോക്കേഴ്സ് 460 എന്നും മെയ്ഡ് ഇൻ ചൈന എന്നും തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി വലതുവശം നോക്കുവാണെങ്കിൽ ഇവിടെയാണ് ആക്ച്വലി ആ ഒരു കൺട്രോൾ പാനൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും മുകളിലായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ബീസ് മോഡിന് ഒരു സ്വിച്ച് തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കൂടാതെ പ്ലസ് ബട്ടൺ ഉണ്ട്, MFB ഉണ്ട്, അതുപോലെ തന്നെ മൈനസ് ബട്ടണും കാണാൻ സാധിക്കും. അതിന് താഴെയായിട്ട് ഒരു ടൈപ്പ് സി പോർട്ടും കൂടാതെ LED ഇൻഡിക്കേറ്ററും മൈക്കും ഒക്കെ ഉണ്ട്. ആക്ച്വലി ഈ ഒരു ബീസ് മോഡിന് ഞാൻ ഇവരുടെ ഓവർവ്യൂ 260യുടെ ഓവർവ്യൂവിൽ പറഞ്ഞത് പവർ ഓൺ ഓഫ് ബട്ടൺ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പവർ ഓൺ ഓഫ് ബട്ടൺ നമുക്കവിടെ കാണാൻ സാധിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ പവർ ഓൺ ഓഫ് ബട്ടൺ അല്ല, അതൊരു ബീസ് മോഡ് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് 65mm ബീസ് മോഡ് ഓൺ ആക്കാൻ ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത്. ബട്ടണൊക്കെ എന്തായാലും നമുക്ക് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ MFBയിലും ആ ഒരു ബീസ് മോഡിന്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബട്ടണിലും ചെറിയൊരു ക്ലിക്ക് സൗണ്ട് ഉണ്ട്. അതർവൈസ് വേറെ ഒരു കുഴപ്പമില്ല. 2000 രൂപയ്ക്കുള്ളിൽ നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അതുണ്ട്. ഭയങ്കര ചീപ്പും അല്ല, എന്നാൽ പ്രീമിയം ലുക്കും അല്ല. ഇനി ബേസിക് ബട്ടൺ കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ MFBയിൽ ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വോയിസ് അസിസ്റ്റൻസും അതുപോലെ തന്നെ കോൾ റിജക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ട്രിപ്പിൾ ടാപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ റീസെന്റ് ആയിട്ട് ആരെയാണ് വിളിച്ചത് അവരിലേക്ക് കോൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീഡയറക്റ്റ് ആവും. അതുപോലെ തന്നെ പ്ലസ് ബട്ടണിൽ നമ്മൾ ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വോളിയം അപ്പ് ആവും. ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും. മൈനസ് ബട്ടണിൽ നമ്മൾ ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വോളിയം ഡൗൺ ആവും. ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ബട്ടൺ കൺട്രോൾസ്. പിന്നെ ആ ഒരു ബീസ് മോഡ് നമ്മൾ ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ബീസ് മോഡ് ഓൺ 65mm ബീസ് മോഡ് ഓൺ ആവും. ആ സെയിം ആ ബട്ടൺ
നമ്മൾ ജസ്റ്റ് ഒരു 1 ടാപ്പ് വീണ്ടും ചെയ്യുവാണെങ്കിൽ ഒരു ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ട് ബീസ്റ്റ് മോഡ് ഓഫ് ആവും. ആ സമയത്ത് കമാൻഡ് വരത്തില്ല, ജസ്റ്റ് ആ ഒരു സൗണ്ട് ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ട് അങ്ങ് ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. അപ് ടു 30 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം എന്ന് പറഞ്ഞത്. അത് നമ്മൾ 60% പാട്ട് കേട്ടാൽ മാത്രം. 300 mAh ബാറ്ററി കപ്പാസിറ്റിയാണ്. ഈ ഒരു 300 mAh 100% ചാർജ് ആകാണ്ട് 1.3 hours ആണ് ആ ഒരു ചാർജിങ് ടൈം എന്ന് പറയുന്നത്. നമ്മൾ പൊതുവെ ബോട്ടിലൊക്കെ കാണുന്നത് 5V 2A അഡാപ്റ്റർ ആണ് അവർ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് അത് ടൈപ്പ് സി ആണെങ്കിൽ പോലും 5V 1A ആണ്. നമ്മുടെ യൂസർ ഗൈഡിൽ ആക്ച്വലി അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സെയിം സാധനം നമ്മുടെ ബോക്സിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചാർജിങ് അഡാപ്റ്റർ എന്ന് പറയുന്നത് യൂസ് ചെയ്യേണ്ടത് 5V 1A ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ 5 wattsന്റെ അഡാപ്റ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അതെല്ലാം നിങ്ങളുടെ കയ്യിൽ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാത്തിലും ലോ പവർ മോഡ് എന്നൊരു സംഭവമുണ്ട്. ആ ഒരു സംഭവം മോഡ് ഓൺ ആക്കിയിട്ട് ഇത് ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. ടൈപ്പ് സി പോർട്ട് ആയതുകൊണ്ട് തന്നെ അതിന് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എത്ര ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്താലും എടുക്കത്തുള്ളൂ എന്നൊരു സംഭവം പറയുന്നുണ്ട്. എന്നാൽ മിക്കതിലും അതിൻ്റെ ഒരു മിനിമം ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് എന്നൊക്കെ പറയുന്നത് 5V 2A ആണ്, 10 watts ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതിന് എൻ്റെ ആ ഒരു ലാക്ക് ഓഫ് നോളജ് ആണെങ്കിൽ അത് ക്ഷമിക്കുക. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉറപ്പായിട്ട് അത് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വെയറിംഗ് കംഫർട്ട് നോക്കുകയാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇതേ എൻ്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. പാസീവ് നോയിസ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞത് നല്ല രീതിക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. അതായത് ഈ സാധനം ദേ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ എന്തോ അങ്ങ് അടച്ചങ്ങ് നമ്മുടെ ചെവിയിൽ വെക്കുന്ന ഒരു ഫീലാണ് ഇതിൽ എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ചൂട് ഒരു വിയർക്കാനൊക്കെ, ചെവി ചൂടായിട്ട് വിയർക്കാനൊക്കെ ചാൻസസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് ഇറിറ്റേറ്റ് ആവാനും ചാൻസ് ഉണ്ട്. പക്ഷേ കുഷനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരമൊക്കെ നമുക്കത് ഉപയോഗിക്കാം. ആദ്യത്തെ ഒരു സംഭവം മാത്രമേ, ഒരു പ്രശ്നം മാത്രമേ കാണത്തുള്ളൂ, ഈ ഒരു ഇറിറ്റേഷൻ ഫീൽ, ഇങ്ങനെ ചൂടാവുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അത് യൂസ്ഡ് ആയി മാറുകയാണ് ചെയ്യുന്നത്. എന്തായാലും വെയറിംഗ് കംഫർട്ടിൽ വേറെ ഒരു പ്രശ്നവുമില്ല. പിന്നെ ആ ഒരു പാസീവ് നോയിസ് ക്യാൻസലേഷനും ഡിസോ ഗോപോർട്സ് നിയോയിലൊക്കെ ഉള്ള ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ടല്ലോ, അതുപോലാണ് ആക്ച്വലി ഇതങ്ങോട്ട് ചെവിയിൽ വയ്ക്കുമ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത്രയ്ക്കും അങ്ങോട്ട് ക്ലോസ്ഡ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 50% പാട്ട് കേട്ടാൽ പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് പാട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു പാട്ടിന്റെ സമയത്ത് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറഞ്ഞാൽ 5.2 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററാണ്. എന്നാൽ ഇവിടെ IPX അല്ലെ IP റേറ്റിംഗ് ഒന്നും തന്നെ ഇല്ല. ഞാൻ ഈ ഒരു യൂസർ ഗൈഡിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ അവരുടെ പ്രോഡക്റ്റിന്റെ സംഭവത്തിൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയും തന്നെ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല ഈ ഒരു IP റേറ്റിംഗ്. ഞാൻ ആക്ച്വലി ഇതിന്റെ ഓവർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു IP റേറ്റിംഗ് 4 or 5 ഒക്കെ ഉറപ്പായിട്ട് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടെന്നുള്ളത്. പക്ഷേ എന്നെ തന്നെ തെറ്റിച്ചുകൊണ്ടാണ് പുതിയൊരു സംഭവമായിട്ട് വന്നിരിക്കുന്നത്. IP റേറ്റിംഗ് എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. എന്തായാലും IP റേറ്റിംഗ് ഇല്ലാതെ ചെറിയൊരു ഡ്രോബാക്ക് തന്നെയാണ്. കാരണം നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ചെറിയൊരു ഡ്രസ്സിലിങ്ങിൽ അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് വിയർത്തിട്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാനായിട്ട് ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി ഇതിനകത്തെ ENX ടെക്നോളജി ഉണ്ട്, അതായത് എൻവയോൺമെന്റൽ നോയിസ് ക്യാൻസലേഷൻ. അപ്പോൾ ഇതിന്റെ ഒരു മൈക്ക് ക്വാളിറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോട്ട് റോക്കേഴ്സ് 460 നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ നോർമലാണ് സംസാരിക്കുന്നത്, അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടിയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൈക്ക് ആക്ച്വലി ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്, അതായത് നമ്മുടെ വായുടെ അടുത്തായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു നോർമലായിട്ട് സംസാരിക്കുമ്പോഴും നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്തായാലും അത് നിങ്ങളുടെ വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ കോളിംഗ് പേർപ്പസ് അല്ല കൂടുതലും, അതായത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മ്യൂസിക് കേൾക്കാൻ തന്നെയാണ് ഈ ഒരു ഓവർ ഹെഡ് എന്ന് പറയുന്നത്. പിന്നെ മ്യൂസിക് ഒക്കെ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു കോൾ ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ എടുക്കാനും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു മൈക്ക് ഉപയോഗിക്കുന്നത്. അത് കൂടാതെ നമ്മൾ ഗെയിം ഒക്കെ കളിക്കുമ്പോഴത്തേക്ക് ആ ഒരു മൈക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൈക്ക് ക്വാളിറ്റി എങ്ങനെ ഉണ്ടായാലും അത് നിങ്ങളുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുകയെന്നേ ഉള്ളൂ. ഇനി മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇതിനകത്ത് SBC AAC കോഡൊക്കെ ഉണ്ട്. AAC കോഡൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 100% പാട്ട് കേട്ടാൽ പോലും, അത് ഏത് തരത്തിലുള്ള പാട്ട് കേട്ടാൽ പോലും നമുക്ക് യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും അനുഭവിക്കില്ല. അത് ഞാൻ ഉറപ്പ് വരാം. കാരണം ഞാൻ പല രീതിയിലുള്ള പാട്ടുകളും കേട്ട് നോക്കിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ 100% നമുക്കിതിൽ കേൾക്കുന്നത് വളരെ പാടുമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഷൻസ് ഉണ്ടല്ലോ, നമ്മൾ ബേസിനനുസരിച്ച് ഇത് കിടന്ന് വിറയ്ക്കും. അത്രയും നല്ല ബേസ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും കണ്ണും പൂട്ടി ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ഒരു പ്രശ്നവുമില്ല. എനിക്ക് ആക്ച്വലി 50 ആ ഒരു വോളിയം ലെവലിൽ കേട്ടിട്ട് പോലും നല്ല ഭയങ്കര ഡോമിനേറ്റ് ആയിട്ട് ബേസ് തോന്നി. അതുപോലെ തന്നെ നല്ല എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഔട്ട്പുട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ മ്യൂസിക് ലവേഴ്സ് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു 460 ഓവർ ഹെഡിൽ 460 പോകുന്നതിൽ വേറെ ഒരു പ്രശ്നവുമില്ല. എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വോക്കൽ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇത് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. കാരണം വോക്കലും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ക്വാളിറ്റിയോട് കൂടിയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ റീസെന്റ് ആയിട്ട് അൺബോക്സ് ചെയ്ത ബോട്ടിന്റെ പ്രോഡക്റ്റുകളിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത്, നല്ല
റിച്ചും ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടുന്നത് ഈ ഒരു 460 എന്ന് ഞാൻ ഉറപ്പായിട്ടും പറയും. എന്തായാലും ഓവറോൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് 1799 വർത്ത് ബൈങ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി ആ ഒരു 65 ms ലോ ലേറ്റൻസിലേക്ക് വരുവാണെങ്കിൽ ബാറ്റിൽ ഫീൽഡ് ഗ്രൗണ്ട് ഞാൻ ഒരു ഗെയിം പ്ലേ ഫുള്ള് കളിച്ചില്ലെങ്കിൽ ഞാൻ കുറച്ച് കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, വേറെ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഞാൻ വീണ്ടും പറയണത് ഈ ഒരു കുഷൻസ് എനിക്കെന്തോ ഒരു ചെറിയ ചൂട് പോലെ, അത് ബോട്ട് എന്നുള്ളതല്ല ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും എനിക്ക് എന്താ പറയുക ഇത്രയും വലിയ കുഷൻസ് ഒന്നും അങ്ങനെ കൂടുതൽ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ചൂടാവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കാറാണ് പതിവ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഞാൻ ചെയ്തത്. കുറച്ച് ഗെയിം പ്ലേ കളിച്ച് നോക്കിയിട്ടുണ്ടായത്. അത് ഞാൻ 50%ലാണ് കളിച്ചേട്ടാ, ഞാൻ കൂടുതൽ വോളിയൊന്നും ഇട്ടില്ല. കാരണം എനിക്ക് ആ ഒരു 50% ഇട്ടപ്പോൾ തന്നെ നല്ല എനിക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു 50% കേട്ടത്. അല്ലാണ്ട് ഒരു അരോചകത്വമായിട്ടോ അല്ലെങ്കിൽ അല്ല ആ ഒരു രീതിയിലേ അല്ല. അതുകൊണ്ട് തന്നെ എന്നെ പോലുള്ള ഒരാൾ ഇത് ഉപയോഗിക്കുവാണെങ്കിൽ അപ് ടു 30 hours എന്നുള്ളത് 30 hours തന്നെ കിട്ടുന്നതാണ്. നമ്മളൊരു ട്രാവലൊക്കെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ദിവസം ഫുള്ള് നമുക്ക് ഇതിൽ പാട്ടൊക്കെ കേൾക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ നല്ല ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിൽ നിന്നാൽ പോലും ഇതങ്ങോട്ട് അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആവുന്ന പോലെയാണ് ഇത് നമ്മൾ വെക്കുമ്പോഴത്തേക്ക് പാസീവ് നോയ്സ് ക്യാൻസലേഷൻ വർക്കൗട്ട് ആകുന്നത്. ആ ഒരു കംഫർട്ട് എന്നൊക്കെ പറയുന്നത് വളരെ വളരെ കംഫർട്ട് തന്നെയാണ്. 1799 ഞാൻ വീണ്ടും പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റ് വർത്ത് ബൈങ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോയിക്കോളൂ, വേറെ ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടി പോയിക്കോളൂ. പിന്നെ ബോട്ടിൻ്റെ വാറണ്ടി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് അയച്ചു കൊടുത്താൽ അവർ പുതിയൊരു പ്രോഡക്റ്റ് അങ്ങോട്ട് റീപ്ലേസ് ചെയ്ത് തരുവാണ്. അത് 2 ആഴ്ചക്കകത്ത് ഉള്ളിൽ തന്നെ നമുക്ക് സാധനം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ബോട്ട് റോക്കേഴ്സ് 460 കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പ്രോഡക്റ്റ്, അതായത് നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്ത പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പ് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് എന്തായാലും ആ ഒരു സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ കിട്ടിയേക്കാളും കാശ് കുറച്ചിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിലെത്തുന്നതാണ്. ഇന്നിപ്പോൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നാളെ തന്നെ ഞാൻ സെൻഡ് ചെയ്തിരും, അടുത്ത ദിവസം നിങ്ങളുടെ വീട്ടിലെത്തുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണം. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.